ഹലോ, ഇന്ന് നമുക്ക് ഫോട്ടോ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഫോട്ടോ നെയിം സ്ലിപ്പ്. കുറേ ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മോന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നെയിം സ്ലിപ്പുകളാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രോസസ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഗൂഗിൾ ID വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും സൈൻ ഇൻ ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ക്യാൻവ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണുന്നത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഓപ്പൺ ചെയ്ത് വരാനായിട്ട്. ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം സമയം എടുത്തേക്കാം. അപ്പോൾ എനിവേ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെയാണത് കാണാം. ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഡിസൈൻസൊക്കെ അവിടെ കാണും. യൂട്യൂബിൻ്റെ തംബ്നെയിലും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ? അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കസ്റ്റം സൈസും അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അതിൽ ആ കസ്റ്റം സൈസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫോണൊന്ന് നേരെ പിടിച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ ഇവിടെ വിഡ്ത്തും ഹൈറ്റും യൂണിറ്റും ഒക്കെ കൊടുക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ PX എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുണ്ടോ യൂണിറ്റിൻ്റെ അവിടെ? നമ്മൾ ആ PX മാറ്റിയിട്ട് സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക. എത്ര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ PX മാറ്റിയിട്ട് CM കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് PXലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് CM ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ പോകണം. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 8.1ഉം ഹൈറ്റ് 4.7ഉം ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ഡിസൈൻ എന്ന് കൊടുക്കുക. ഇത് സാധാരണഗതിയിൽ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഏതാണ്ടൊരു സൈസ് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു സൈസ് സെലക്ട് ചെയ്തത്. വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളിൽ കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നെയിം സ്ലിപ്പിൻ്റെ സൈസൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണിക്കും. പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കൊരു ബ്ലാങ്ക് പേജാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ബാക്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ ബ്ലാങ്ക് പേജ് തന്നെ നമ്മൾ തിരിച്ചു വരിക. ഈ ബ്ലാങ്ക് പേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ബ്ലാങ്ക് പേജ് മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും പ്രിൻറ്റഡ് ആയിട്ടുള്ളതോ ഡിസൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ പേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സൈഡിലായിട്ട് അത് സെലക്റ്റായിട്ട് വരും. സെലക്റ്റായിട്ട് വരുമ്പോൾ തൊട്ട് താഴെയായിട്ട് ആദ്യം കാണുന്ന ഓപ്ഷൻ അവിടെ റീപ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറിയിലൊക്കെ പോകും. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാൾപേപ്പർ എടുക്കുക. വാൾപേപ്പർ എന്ന് ഞാൻ പറയുന്നത് പിൻട്രസ്റ്റിൽ നിന്നോ മറ്റോ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക. ആ പിക്ചർ ഇങ്ങനെ കൊടുക്കുക. ഇനി താഴെ കാണുന്ന ആ കുറേ ഐക്കൺസ് ഇല്ലേ, അതൊന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നൊരു ഐക്കൺ കാണും. ഇപ്പോൾ ഞാൻ ഈ ക്ലിക്ക് ചെയ്യുന്നത് ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് എത്രത്തോളം തെളിഞ്ഞാണ് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് കാണിക്കേണ്ടത് എന്നാണ് നിങ്ങൾ ഈ ട്രാൻസ്പെറൻസിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കത്ര ക്ലിയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പിക്ചർ കാണണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കാൻ വേണ്ടി ഒരു 35 ആണ് ട്രാൻസ്പെറൻസിയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്തിട്ട് ബാക്ക് എടുക്കുക. വീണ്ടും നമ്മൾ ആദ്യത്തെ ആ ഒരു സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കണ്ടോ? എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എലിമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഷേപ്സും കാര്യങ്ങളൊക്കെ താഴെയായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അകത്തോ ഒക്കെയാണ് നമുക്ക് നെയിം, ക്ലാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എഴുതേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഷേപ്സ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? ആ ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല പല ഷേപ്സ് ഇങ്ങനെ താഴെ കാണിക്കും. അതിലേത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഒരു മേഘത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ അവിടെ? അപ്പോൾ ആ മേഘത്തിൻ്റെ പോലത്തെ ഷേപ്പാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ കളറ് ഓൾറെഡി അവർ സെലക്റ്റഡ് ആക്കി വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ആ മേഘത്തിൻ്റെ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കളറിൽ വന്നിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു കളർ തന്നെയാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതെവിടെയാണോ വേണ്ടത് ആ പൊസിഷൻ അനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഫോട്ടോ ഫിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലാണ് ആ ഫോട്ടോ
കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് ഏത് വേണമെന്ന് അറിയാനായിട്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞ് താഴേക്കുണ്ട്. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം എലിമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് കേട്ടോ ഉള്ളത്. എലിമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷേപ്സ്, ഫ്രെയിംസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ താഴേക്കുണ്ട്. അപ്പോൾ അതിൽ ആ ഫ്രെയിംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്യുക. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ഫോട്ടോ വയ്ക്കാനായിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഞാനത് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിനി അത് റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ആക്കാൻ പോകുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ദേ വീണ്ടും ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഗാലറി ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഫോൾഡേഴ്സിൽ നിന്ന് ഏത് ഫോട്ടോയാണോ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജാണ്. ഇതൊരു ഗിബ്ലി ഇമേജാണ്. ഓൾറെഡി ഗിബ്ലി ഇമേജായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് അത് കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ മതിയെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. ഈ ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കുക. ഇനി ആ ഫോട്ടോയുടെ എഡ്ജസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള ആ ഒരു ഐക്കൺസിൽ നിന്നും കോർണർ എന്ന് പറഞ്ഞ് കാണുന്ന ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോർണർ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രത്തോളം ഷേപ്ഡായിട്ട് അത് ഇരിക്കണോ അത്രത്തോളം നമുക്കത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നിങ്ങളിതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സൈസ്, കൃത്യമായിട്ടുള്ള സൈസ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളത് വരും. ഫോട്ടോയൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഏതാണ്ട് പൊസിഷനൊക്കെ നോക്കി ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സൈഡിലേക്കും മുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്കത് സൈസ് വലുതാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ആ മേഘത്തിൻ്റെ ഇമേജ് കണ്ടോ? മേഘത്തിൻ്റെ ഇമേജ് ഇപ്പോൾ അത് ബാക്കിലാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് ഫ്രണ്ടിലേക്കും കൊണ്ടുവരാം. പിന്നെ ഈ ഗിബ്ലി ആർട്ടിന് പകരം നോർമലായിട്ടുള്ളൊരു ഫോട്ടോ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു നോർമൽ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആ നോർമൽ ഫോട്ടോ വെച്ചാലും നമുക്കിതുപോലെ തന്നെ ഒരു ഫോട്ടോ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ഒരു ഫോട്ടോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും നമുക്കിത് നെയിം സ്ലിപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. 2-3 പിക്ചേഴ്സ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഗാലറിയിൽ ഇട്ടേക്കുക. അപ്പോൾ പല ഫോട്ടോസ് വെച്ചിട്ട് ഒരുപാട് നെയിം സ്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ ഷീറ്റിൽ തന്നെ പല ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോയുടെ അടിയിലായിട്ടല്ലേ ഈ മേഘം കാണുന്നത്. വേണമെങ്കിൽ നമുക്കത് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് താഴെയുള്ള ഐക്കണിൽ നിന്ന് ലെയേഴ്സ് എന്ന് പറയുന്ന കാര്യം സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ലെയേഴ്സ് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മേഘം ആദ്യം കൊണ്ടുവരാം, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ കൊണ്ടുവരാം, അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഏറ്റവും ആദ്യം കൊണ്ടുവരാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം അത് ആ ലെയർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മേഘത്തിൻ്റെ ആ ഒരു ലെയറില്ലേ അതാണ് ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട് വിചാരിക്കുന്നത്. അതായത് ആ ഫോട്ടോനേക്കാളും ഫ്രണ്ടിൽ ആ മേഘത്തിൻ്റെ ഇമേജ് നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്കത് എഴുതാനുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഫോട്ടോയും അതിനനുസരിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ മുന്നേ ഗിബ്ലി ഇമേജ് അല്ലേ എടുത്തത്, എനിക്ക് അത് തന്നെ എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഗിബ്ലി ഇമേജ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മേഘത്തിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേരാണ് ഏറ്റവും ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ കൃത്യമായിട്ട് ആ മേഘത്തിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചു. ഇനി നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഡ് എ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ് കണ്ടോ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് എഴുതാനായിട്ട് വരും. അപ്പോൾ അവിടെ നമ്മളത് എന്താണോ നമ്മുടെ പേര്, എഴുതേണ്ട പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നെയിം എന്ന് എഴുതിയിട്ട് ബ്ലാങ്ക് ആയിട്ടും കൊടുക്കുക കേട്ടോ. സാധാരണ നെയിം സ്ലിപ്പിൽ കാണുന്നത് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കുട്ടികളുടെ പേരെന്താണോ ആ പേര് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എഴുതി കൊടുത്തത് മാത്രമല്ല, ആ എഴുതി കൊടുത്തതിൻ്റെ ഫോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതും താഴെയാണുള്ളത്. ഫോണ്ട് എന്ന് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പലതരം ഫോൺസ് കാണിക്കും. മുകളിലേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒത്തിരി ഫോൺസ് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് നോക്കി സെലക്ട് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒത്തിരി ഫോൺസ് കാണാം. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ പേരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിലായിട്ട് കാണുന്ന ആ ഡോട്ടിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അത് വലുതായിട്ട് വന്നോളും. ഇനി ആ മേഘത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പേരല്ലാതെയുള്ള കാര്യങ്ങളില്ലേ, ക്ലാസ്, ഡിവിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആഡ് എ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം പേര് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ വീണ്ടും അടുത്തൊരു ടെക്സ്റ്റ് എഴുതാനുള്ള സ്പേസ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മൾ ക്ലാസ്, സബ്ജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം. ആദ്യം ഞാൻ സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയിട്ട് ഒരു കോളൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 അല്ല, ഒരു 8-9 ഡോട്ടോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു സ്പേസ് ആണല്ലോ. അടുത്തത് ഡിവിഷൻ എന്ന് എഴുതുക. ഇതുപോലെ തന്നെ ഒരു കോളൻ ഇട്ട് കൊടുത്തിട്ട് 2-3 ഡോട്ടുകൾ, എത്ര ഡോട്ടാണോ നമ്മൾ സ്റ്റാൻഡേർഡിന് ഇട്ടത് അതേപോലെ തന്നെ ഇട്ടാലായിരിക്കും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. തീർന്നിട്ടില്ല. ഈ ഡിവിഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അവിടെ കണ്ടോ, അവിടെ നമ്മൾ എഴുതിയിട്ട് നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓക്കെ കൊടുത്ത് ബാക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുക, താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോൾ നമ്പർ കൊടുക്കുക. റോൾ നമ്പർ ഇതുപോലെ തന്നെ റോൾ നമ്പർ എന്ന് എഴുതിയിട്ട് കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാങ്ക് സ്പേസ് അവിടെ റോൾ നമ്പർ എഴുതാനുള്ള സ്പേസാണ്. എന്നിട്ട് ഇത് സ്റ്റാൻഡേർഡും ഡിവിഷനും എഴുതി അത്രയും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു നീട്ടം തന്നെ റോൾ നമ്പർ എഴുതുന്ന സ്പേസിനും ഉണ്ടായിരിക്കുക. എന്നാലേ കാണുമ്പോൾ ഒരു നീറ്റ് ലുക്ക് ഉണ്ടാവുള്ളൂ. ഇനി സബ്ജക്റ്റ് എഴുതാനും ഇതുപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കോളർ ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ചധികം ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, സബ്ജക്റ്റ് എഴുതാനുള്ള സ്പേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് സ്കൂൾ എഴുതുക എന്ന് പറയുന്ന കാര്യമാണ്. സ്കൂൾ എന്ന് കൊടുത്തിട്ട് ബ്ലാങ്ക് സ്പേസ് ആയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സ്കൂളിൻ്റെ പേര് ഏതാണോ അതങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കോളൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലാങ്ക് സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്ല, നമുക്ക് അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതങ്ങോട്ട് മാറ്റിയിട്ട് സ്കൂളിൻ്റെ പേര് ഏതാണോ അത് കൃത്യമായിട്ട് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ സ്റ്റാൻഡേർഡും ഡിവിഷനൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ മോൻ്റെ സ്കൂളിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി കൊടുത്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ആ ഒരു എഴുത്ത് പരിപാടി എന്തായാലും കഴിഞ്ഞു. ഇനി അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ ഫോണ്ട് നമുക്ക് ഇനിയും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളൊരു ഫോണ്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സെറ്റായപ്പോഴേക്കും നമ്മുടെ ആ നെയിം സ്ലിപ്പിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ നമുക്ക് അത്ര തൃപ്തിയായിട്ടുള്ളതല്ലെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു ഭംഗി നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമേ നമുക്കിനി ചെയ്യാനായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും എന്തെങ്കിലും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഗാലറിയിലേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാൻ ആ പ്രിൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന സംഭവം കണ്ടോ, അതൊന്ന് കൊടുത്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടാകുന്ന പറയാനായിട്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ കുഴപ്പമില്ല, പഴയ ബാക്ക്ഗ്രൗണ്ട് ആയാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പലതും ഞാനിങ്ങനെ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും കൃത്യമായിട്ട് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയിം സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിന് കണ്ടോ, ഈ ആരോ ബട്ടൺ, താഴത്തേക്കുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഡൗൺലോഡ് ആയിക്കോളും. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ഇമേജ് ഡൗൺലോഡായിട്ട് നമ്മുടെ ഗാലറിയിൽ കിടപ്പുണ്ടാവും. അപ്പോൾ ഇതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കത് പ്രിൻ്റബിൾ സൈസിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഒറ്റ നെയിം സ്ലിപ്പല്ല, കുറച്ചധികം നെയിം സ്ലിപ്പുകൾ ഒരുമിച്ച് ഒറ്റ ഷീറ്റിലല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഡൗൺലോഡായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവയുടെ ഹോം പേജിലേക്ക് പോകുക. നമ്മൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്തപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ പേജിലേക്ക് തന്നെ തിരിച്ചു വരിക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും കാണുന്നത് ഈ പ്ലസ് ഐക്കൺ കണ്ടോ, മുന്നേ കണ്ട ആ ഒരു ഇൻ്റർഫേസ് അല്ലേ ഇത്. അപ്പോൾ അവിടുത്തെ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു A4 സൈസ് ഷീറ്റ് ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഈ പടങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ A4 സൈസിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 21 ആണ് വിഡ്ത്ത്, 29.7 ആണ് അതിൻ്റെ ഹൈറ്റ്. സെൻറ്റിമീറ്റർ എന്നൊക്കെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. 21ഉം 29.7ഉം ആണ്.
അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവർ താഴെ A4 സൈസ് എന്നൊക്കെ പറഞ്ഞ് വരും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ബ്ലാങ്ക് സ്പേസിലേക്ക് എത്തും. അപ്പോൾ ഈ ബ്ലാങ്ക് സ്പേസിൽ നമുക്കിനി ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് താഴെ ഒരു ക്യാമറയുടെ പടം കൊടുത്തിരിക്കുന്നുണ്ടോ, ഗാലറി എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെയിം സ്ലിപ്പില്ലേ അത് വരും. അപ്പോൾ ആ നെയിം സ്ലിപ്പ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. A4 സൈസ് ഷീറ്റായിട്ടാണിത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതാണ്ടൊരു 10-21 നെയിം സ്ലിപ്പുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 21 പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നെയിം സ്ലിപ്പില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ ചിത്രം, അതുപോലെ തന്നെ ഒരു ആരോ കണ്ടോ, അങ്ങനെ വരുന്നത് കണ്ടോ. അപ്പോൾ അതിൽ രണ്ടാമത്തത് കണ്ടോ, രണ്ടാമത്തെ ഒരു പ്ലസ് പോലെ കാണുന്നത്, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് കോപ്പിയാണ്. അതായത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന ആ പിക്ചറിൻ്റെ കോപ്പി എടുക്കാനായിട്ടാണ് ആ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, മുകളിൽ കാണുന്ന ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴേക്ക് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കോപ്പി എടുത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ പേജ് നിറയോളം നമ്മളിങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് പിക്ചറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പ്രിൻ്റൊക്കെ എടുത്ത് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമേജിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സിൻ്റെയോ കുറച്ച് ഭാഗം കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ താഴേക്ക് കൊടുത്തിരിക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ നെയിം സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. ആരോ ബട്ടൺ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് മുന്നേ ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡായി വന്നോളും. ഇപ്പം നമ്മൾ ഇത് ഡൗൺലോഡാക്കി. ഇനിയൊന്നും ചെയ്യാനില്ല. ഇത് പ്രിൻ്റ് എടുത്താൽ മാത്രം മതി. സ്റ്റിക്കർ ഷീറ്റൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാം. നമ്മുടെ ഗാലറിയിൽ ഇത് വന്ന് കിടപ്പുണ്ടാവും. ഗാലറിയിൽ നിന്ന് ഈ 2 പിക്ചറും അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രിൻ്റ് എടുത്ത് തന്നോളും. ഇനി ഒരു ഫോട്ടോ അല്ല, പലതരം ഫോട്ടോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഓരോ നെയിം സ്ലിപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതരം ഫോട്ടോസ് കൊടുക്കുക. ആദ്യത്തതിന് ഈ ഒരു ഫോട്ടോ കൊടുത്തെങ്കിൽ അടുത്തതിന് വേറൊരു ഫോട്ടോ കൊടുക്കുക. അങ്ങനെ എത്ര നെയിം സ്ലിപ്പ് വേണം, ഇപ്പോൾ 21 നെയിം സ്ലിപ്പിനും 21 ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 21 നെയിം സ്ലിപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇതുപോലെ A4 സൈസ് ഷീറ്റിലേക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ പ്രിൻ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പലതരം ഫോട്ടോസായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒറ്റ ഫോട്ടോ തന്നെ ഇതുപോലെ കോപ്പി എടുത്തിട്ടും പ്രിൻ്റ് എടുക്കാം. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട്. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജഷൻസ് ആയിട്ട് പറയാം കേട്ടോ കമൻസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.